റെഡ് ക്രോസ് സൊസൈറ്റിയിലെ അഴിമതിയിൽ ആഭ്യന്തര സെക്രട്ടറി അന്വേഷണത്തിന് ഉത്തരവിട്ടു. അടിയന്തരമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഡിജിപിക്ക് കത്ത് നൽകി. ക്രമക്കേട് നടന്നതിനെ തുടർന്ന് റെഡ് ക്രോസ് സൊസൈറ്റി പിരിച്ചുവിട്ടിരുന്നു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ചെയർമാനായ സുനിൽ കുര്യന്റെ പേരിൽ ഉയർന്ന ആരോപണങ്ങളും സാമ്പത്തിക തിരിമറി അടക്കമുള്ള ക്രമക്കേടുകളിലും അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ ഡിജിപിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ക്രമക്കേടുകളെപ്പറ്റി പഠിച്ച ബീന IAS നൽകിയ റിപ്പോർട്ട് കഴിഞ്ഞ UDF സർക്കാർ പൂഴ്ത്തിയിരുന്നു. വീണ്ടും വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്ന് റെഡ് ക്രോസിന്റെ കേരള ഘടകം പിരിച്ചുവിട്ട് ബിജു പ്രഭാകർ IASനെ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്ററായി സർക്കാർ നിയമിച്ചിരുന്നു. ബിജു പ്രഭാകർ നൽകിയ റിപ്പോർട്ടിലും സുനിൽ കുര്യനെതിരെ കടുത്ത പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനത്തിന് സംഭാവനയായി ലഭിച്ച പണം ചെയർമാൻ സുനിൽ കുര്യൻ, ജനറൽ സെക്രട്ടറി ചെമ്പഴന്തി അനിൽ, വൈസ് ചെയർമാൻ രജിത് രാജേന്ദ്രൻ എന്നിവർ ദൂർത്തടിച്ചതായും ക്രമക്കേടുകൾ നടത്തിയതായും വ്യക്തമായിരുന്നു. ഇതാകെ പരിഗണിച്ചാണ് സർക്കാർ റെഡ് ക്രോസിലെ തിരിമറികൾ അന്വേഷിക്കുന്നതിന് ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. വിദ്യാർത്ഥികൾക്കുൾപ്പെടെ മയക്കുമരുന്ന് നൽകുന്ന സംഘം ആലപ്പുഴ നഗരത്തിൽ പിടിയിലായി. നഗരത്തിലെ പ്രമുഖ സ്കൂളിന് സമീപം വീട് വാടകയ്ക്കെടുത്തായിരുന്നു സംഘത്തിന്റെ പ്രവർത്തനം. മയക്കുമരുന്നും കഞ്ചാവും ഇവിടെ നിന്നും എക്സൈസ് പിടികൂടി. ഓൺലൈൻ മാർക്കറ്റിംഗ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേരിൽ ആലപ്പുഴ നഗരമധ്യത്തിൽ വീട് വാടകയ്ക്കെടുക്കുന്നു. മാസം 10,000 രൂപ വാടകയുള്ള ഈ വീട് കേന്ദ്രീകരിച്ച് വൻ മയക്കുമരുന്നിടപാടുകൾ നടത്തുന്നു. മയക്കുമരുന്നിന് അടിമകളായവരെയും വിദ്യാർത്ഥികൾ അടക്കമുള്ളവരെയും വീട്ടിലേക്ക് എത്തിക്കുന്നു. സംഘത്തലവൻ ബിനോയുടെ നേതൃത്വത്തിൽ ഇവർക്ക് കുത്തിവയ്പ് എടുത്തു നൽകുന്നു. ഇങ്ങനെയായിരുന്നു നഗരത്തിലെ പ്രമുഖ സ്കൂളിന് 100 മീറ്റർ മാത്രം അകലെ പ്രവർത്തിച്ചിരുന്ന മയക്കുമരുന്ന് മാഫിയ സംഘത്തിന്റെ പ്രവർത്തനം. എക്സൈസ് പരിശോധിക്കുമ്പോൾ കുത്തിവയ്ക്കുന്നതിനായി മയക്കുമരുന്ന് സിറിഞ്ചുകളിൽ നിറച്ച നിലയിലായിരുന്നു. കഞ്ചാവ്, ഗർഭനിരോധന ഗുളികകൾ, ഗർഭനിരോധന ഉറകൾ അടക്കമുള്ളവയും പരിശോധനയിൽ കണ്ടെത്തി. കുത്തിവയ്പ് എടുത്തു നൽകുന്ന ബിനോയും 5 ആവശ്യക്കാരുമാണ് പിടിയിലായത്. പെൺവാണിഭം അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇവിടെയുണ്ടായിരുന്നുവെന്നും എക്സൈസ് സംശയിക്കുന്നു. നഗരത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ 100 മീറ്റർ മാറി ഒരു ഓൺലൈൻ കമ്പനിയുടെ പേരിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് മയക്കുമരുന്നുകൾ ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുക്കുന്ന ഒരു കേന്ദ്രം ഇന്ന് റെയ്ഡ് ചെയ്യുകയും അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ പ്രമുഖ സൂത്രധാരനെയും അതിനോടൊപ്പം അവിടെ അത് ഉപയോഗിക്കാനെത്തിയ 6 പേരെയും നമ്മൾ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വിദ്യാർത്ഥിനികൾ ഈ സംഘത്തിന്റെ കെണിയിൽ വീണിട്ടുണ്ടെന്നാണ് സംശയം. നീലചിത്ര നിർമ്മാണം അടക്കമുള്ളവ സ്ഥിരീകരിക്കാൻ വീട്ടിൽ സ്ഥാപിച്ചിരുന്ന രഹസ്യ ക്യാമറയും ഹാർഡ് ഡിസ്കും എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രപാലന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ CI ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുമരുന്ന് മാഫിയ സംഘത്തെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഗവൺമെന്റ് പ്ലീഡർ ധനേഷ് മാത്യു മാഞ്ഞൂരാനെതിരെ ദൃക്സാക്ഷിയുടെ മൊഴി. യുവതിയെ മാഞ്ഞൂരാൻ കടന്നുപിടിച്ചുവെന്നാണ് കേസിൽ സാക്ഷിയായ ഷാജി മൊഴി നൽകിയത്. സംഭവ ദിവസം വൈകിട്ട് 7:10 കോൺവെന്റ് റോഡിൽ താൻ കണ്ട സംഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ഷാജി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. MG റോഡിൽ ഹോട്ടൽ നടത്തുന്ന ഷാജി കടയടച്ച ശേഷം മടങ്ങവേ കോൺവെന്റ് റോഡിലെ ചായക്കടയിൽ കയറി. അതിനിടെയാണ് തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ ഒരു യുവതിയെ ഒരാൾ കടന്നുപിടിക്കുന്നത് കണ്ടത്. യുവതി കുതറി മാറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തു. ഇതിനിടെ ഓടിക്കൂടിയ നാട്ടുകാർ ഇയാളെ പിടികൂടി സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തിന് കൈമാറി. ഇയാളോട് പോലീസുകാർ സൗഹൃദത്തോടെയാണ് പെരുമാറിയതെന്നും ഷാജി നൽകിയ മൊഴിയിലുണ്ട്. ഒരു കൈ കൊണ്ട് ഇങ്ങനെ വട്ടം കയറി പിടിക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ തലക്ക് മേളിലൊക്കെ അല്ല. ആ സ്ത്രീ അപ്പം തന്നെ ഒച്ചെടുക്കുകയും ചെയ്തു. അതും പേടിച്ചു. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ആൾക്കാരെ മൊത്തത്തിൽ അവിടെ ആൾക്കാരുണ്ട്, പക്ഷെ ആൾക്കാർക്ക് ഒന്നും കാര്യം മനസ്സിലായില്ല. പോലീസ് ജീപ്പിൽ ഇയാളെ കയറ്റിക്കൊണ്ടുപോയതിനു ശേഷം എന്ത് നടന്നുവെന്ന് തനിക്കറിയില്ല. എന്നാൽ പിന്നീട് സംഭവം വിവാദമായതിനു ശേഷമാണ് ഇയാൾ അഭിഭാഷകനായിരുന്നുവെന്ന് മനസ്സിലായത്. യുവതിയെ കടന്നുപിടിച്ചയാളെ കണ്ടുവെന്നും പോലീസ് അറസ്റ്റ് ചെയ്തയാൾ തന്നെയാണ് കൃത്യം നടത്തിയതെന്നും ഷാജി പറഞ്ഞു. മാഞ്ഞൂരാൻ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് മറ്റൊരു അഭിഭാഷകൻ നൽകിയ മൊഴി കളവാണെന്നും ഷാജി പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ ഒരാൾ ഓടിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിനും കണ്ടിട്ടില്ല അതിന്റെ ഫ്രണ്ടിൽ. കാരണം ഞങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കാണാം ഇദ്ദേഹം വന്ന് പിടിക്കുന്നതും ഇദ്ദേഹം ഓടുന്നതും ഞങ്ങൾക്ക് കാണാം. സമാന രീതിയിലുള്ള മൊഴിയായിരുന്നു അതിക്രമത്തിനിരയായ യുവതി മജിസ്ട്രേറ്റ് മുമ്പാകെ നൽകിയതും. മാഞ്ഞൂരാന്റെ അറസ്റ്റും ഇത് സംബന്ധിച്ച വാർത്തകളുമായിരുന്നു അഭിഭാഷകരുടെ മാധ്യമവിരോധത്തിന് കാരണമായത്. മാധ്യമങ്ങളും പോലീസും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണെന്നായിരുന്നു അഭിഭാഷക സംഘടനയുടെ നിലപാട്. ദൃക്സാക്ഷിയുടെ മൊഴി പുറത്തുവന്നതോടെ മാഞ്ഞൂരാനു വേണ്ടി രംഗത്തെത്തി മാധ്യമപ്രവർത്തകരെ വേട്ടയാടിയ അഭിഭാഷക സംഘടന പ്രതിക്കൂട്ടിലായി. സാലി മുഹമ്മദ്, കൊച്ചി. പീപ്പിൾ ഇംപാക്ട് റിസോഴ്സ് ടീച്ചർമാരുടെ നിയമനത്തിന് കോഴ ആവശ്യപ്പെട്ടതിൽ അന്വേഷണം ആരംഭിച്ചു. അഡീഷണൽ DPI-യാണ് സംഭവം അന്വേഷിക്കുന്നത്. IED സെൽ DDയും സഹായിയും കോഴ ആവശ്യപ്പെടുന്ന ഒളിക്യാമറ ദൃശ്യങ്ങൾ പീപ്പിൾ TV-യാണ് പുറത്തുവിട്ടത്. വാർത്തയെ തുടർന്ന് DD R രാജനെ സസ്പെൻഡ് ചെയ്തിരുന്നു.
റിസോഴ്സ് ടീച്ചർമാരുടെ നിയമനത്തിനായി കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ IED സെൽ ഡെപ്യൂട്ടി ഡയറക്ടർ R. രാജനെ കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തിരുന്നു. DDയും സഹായ ജ്യോതിഷും കോഴ ആവശ്യപ്പെടുന്ന ഒളിക്യാമറ ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടതിനെ തുടർന്നായിരുന്നു സസ്പെൻഷൻ. സംഭവം അന്വേഷിക്കുന്നതിനായി അഡീഷണൽ DPI ജെസി ജോസഫിനെ DPI മോഹൻകുമാർ IAS ചുമതലപ്പെടുത്തിയിരുന്നു. അഡീഷണൽ DPI പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. അതേസമയം രാജിനെതിരെ നേരത്തെ തന്നെ നിരവധി പരാതികൾ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വിജിലൻസിന്റെ കയ്യിലുള്ള പരാതികൾ സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. DDക്ക് വേണ്ടി കോഴ ആവശ്യപ്പെട്ട വയനാട്ടിലെ റിസോഴ്സ് ടീച്ചർ ജ്യോതിഷിനെ പറ്റിയുള്ള വിവരങ്ങളും വിദ്യാഭ്യാസ വകുപ്പ് ശേഖരിച്ചു തുടങ്ങി. DDയുടെയും ജ്യോതിഷിന്റെയും സ്വത്ത് വിവരങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്തും. വിവിധ ജില്ലകളിലെ റിസോഴ്സ് ടീച്ചർമാരിൽ നിന്നും ADPI മൊഴിയെടുക്കും. രാജന്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന റിസോഴ്സ് ടീച്ചർമാരെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും. ഇത്തരക്കാർക്കെതിരെയും കർശന നടപടിക്ക് വിദ്യാഭ്യാസ വകുപ്പ് ഒരുങ്ങുന്നതായാണ് സൂചന. PV കുട്ടൻ, കോഴിക്കോട്. ഭർത്താവിനെ പൂട്ടിയിട്ട് ഭാര്യയുടെ സ്വർണ്ണമാല കവർന്നു. തൊടുപുഴ ഉഴമറ്റത്തിന് സമീപമാണ് നാട്ടുകാരെ ഞെട്ടിച്ച മോഷണം നടന്നത്. ഇതിന് സമീപത്തെ ചില വീടുകളിലും മോഷണ ശ്രമമുണ്ടായി. തൊടുപുഴ ഉളമറ്റത്തിന് സമീപം മാരിയിൽ കലിങ്കിലെ 2 വീടുകളിലായാണ് ഇന്നലെ രാത്രി മോഷണം നടന്നത്. കല്ലുപറമ്പിൽ ശ്രീകുമാരൻ നായരുടെ വീട്ടിലെത്തിയ 2-അംഗ സംഘം വീടിന്റെ പിറകുവശത്തെ വാതിൽ തല്ലിത്തകർത്താണ് അകത്ത് പ്രവേശിച്ചത്. ശ്രീകുമാരനെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം ഇയാളുടെ ഭാര്യ സുഭദ്രാദേവിയെ ആക്രമിച്ച് കഴുത്തിൽ കിടന്ന 2 പവന്റെ മാല കവർന്നു. വീട്ടമ്മ ബഹളം വെച്ചതിനെ തുടർന്ന് മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് സുഭദ്രാദേവി ഭർത്താവിനെ പൂട്ടിയിട്ട മുറിയിൽ നിന്നും രക്ഷപ്പെടുത്തി. അപ്പോൾ ഒരു കഴുത്തിൽ അരാണ്ടോ പിടിക്കുന്നല്ലോ എനിക്ക് തോന്നി. പെട്ടെന്ന് ഞാൻ ചാടി എണീറ്റപ്പോഴത്തേനും ഒരു പിടി മുറുക്കിയിട്ട് മാലയ്ക്ക് പിടിക്കുന്നു. അപ്പോൾ തുണി കൂട്ടിയങ്ങാണ്ട് അവർ പിടിച്ചത്. അപ്പോൾ ഞാനും പിടിച്ചു പിന്നെ മുറിയുടെ വെളിയിൽ കൊണ്ടുവന്നു. വെളിയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം അവർ 2 പേരുണ്ടായിരുന്നു. ഒരാൾ മുറിയുടെ വാടക നിൽക്കുമായിരുന്നു. അങ്ങനെ 2 പേര് ഒരാൾ പിടിച്ചു, ഒരാൾ കഴിഞ്ഞ് മുറിയിലെ വെളിയിലേക്ക് വന്നപ്പം എന്നെ അടിച്ചു. ഞാൻ കിടന്ന് കരഞ്ഞു, ബഹളം വെച്ച് കള്ളം കയറിയെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഒരാൾ പിന്നെ നോക്കി നിന്നയാൾ എൻ്റെ കാരണക്കുറ്റിക്ക് പഠിച്ചു. പിന്നെ അവർ അന്നത്തേനും ചേട്ടൻ കിടന്ന മുറിയെ ലോക്ക് ചെയ്തിരിക്കാൻ വെളിയിൽ. അതുകൊണ്ട് ചേട്ടൻ ഇറങ്ങി വരാൻ പറ്റില്ല. ഈ ഒച്ചയും ബഹളം കണ്ട് ചേട്ടനകത്തുനിന്ന് ബഹളം ഉണ്ടാക്കി കഥ തുറക്കാൻ ശ്രമിച്ചു. അപ്പം തുറക്കത്തില്ലാണ്ട് എനിക്ക് വെളിയിൽ നിന്ന് ലോക്ക് ചെയ്തെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനും വെപ്രാളത്തിൽ ഞാൻ കഥ കഴിഞ്ഞിട്ട് ഞാൻ ഇടിച്ച് തുറക്കാൻ നോക്കി. അപ്പോഴും ചേട്ടൻ പറഞ്ഞു തുറക്കുക, വെളിയിൽ നിന്ന് തുറക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തുറന്നു. അപ്പോഴത്തേനും ഇവിടുന്ന് ചേട്ടനും കിടന്നല്ലറി കരഞ്ഞപ്പോഴത്തേനും ഈ വെളിയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ലൈറ്റ് ഇട്ടുകൊണ്ടായിരിക്കാം ഇവർ എൻ്റെ കയ്യേൽ അന്നത്തിന് പോകുന്ന സമയം കൊണ്ട് എൻ്റെ ഈ കയ്യേലേക്ക് വള ഊരിയെടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചു. വളയൊക്കെ ചളങ്ങിപ്പോയി. വള കിട്ടിയില്ല. വീടിൻ്റെ പുറകുവശം പൊളിച്ച് താഴെ പൊളിച്ച് അകത്ത് കയറി വൈഫിൻ്റെ മുറിയിൽ വെച്ച് കടന്ന് വൈഫിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് കഴുത്തെ കിടന്ന മാല വലിച്ചു പറിക്കുകയും തലയ്ക്ക് അടിക്കുകയും കയ്യെ കിടന്ന വള ഊരാൻ ശ്രമിക്കുകയും ചെയ്തു. ഞാൻ അടുത്ത മുറി കിടക്കുമായിരുന്നു. എന്നെ മുറിക്കകത്ത് ലോക്ക് ചെയ്തു. വെളിയിൽ ലോക്ക് ചെയ്തതിന് ശേഷം അവളെ വലിച്ച് താഴെ ഇട്ടു ഉപദ്രവിക്കാൻ തുടങ്ങി. പിന്നെ മാലയും പൊട്ടിച്ച് ഞാൻ ഒച്ചയും ബഹളം ഉണ്ടാക്കിയപ്പോൾ അവരിറങ്ങി പുറകെ കൂടെ പോയി. 2 പേരുണ്ടായിരുന്നു. സമീപത്ത് തന്നെയുള്ള മറ്റൊരു വീട്ടിലും മോഷണ ശ്രമം നടന്നതായി കണ്ടെത്തി. തൊടുപുഴ പോലീസ് രാവിലെ ഡോസ് സ്ക്വാഡുമായി എത്തി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു. തൊടുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാട്ടാനയുടെ ആക്രമണം ഭയന്ന് ജീവിതം തള്ളി നീക്കുകയാണ് മരയൂരിലെ ആദിവാസി കോളനി നിവാസികൾ. വർഷങ്ങളായി പരിപാലിച്ചു വന്ന കാർഷിക വിളകൾ ഒറ്റ രാത്രി കൊണ്ട് തകർത്തെറിയുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കാനേ ഇവർക്ക് കഴിയുന്നുള്ളൂ. കാട്ടുകൊമ്പൻ ആദിവാസി കോളനിയിൽ ചുറ്റിത്തിരിയുമ്പോൾ ആദിവാസികളുടെ ജീവിതം ദുസ്സഹമാവുകയാണ്. വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണിവർ. കഴിഞ്ഞ 6 വർഷമായി കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും പലരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുന്നത്. ഉടയാറിന്റെ മകൻ രജനി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, 32 വയസ്സുള്ള ചെറുപ്പക്കാരൻ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. ഫോറസ്റ്റിന്റെ വളരെ ഗുരുതരമായ ഒരു അനാസ്ഥയാണ്. ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം 1 വർഷം മുമ്പ് ബാബുനഗർ കോളനിയിൽ നമ്മുടെ പെട്രോൾ ബങ്കിന്റെ ജംഗ്ഷനിൽ ഹബീബുള്ള എന്ന് പറയുന്ന ഒരു വ്യാപാരി ആനയുടെ കുത്തേറ്റ് മരണപ്പെട്ടു. കാട്ടാനയുടെ ആക്രമണത്തിൽ മറയൂർ ടൗണിലെ വ്യാപാരി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വനാതിർത്തിയിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പ്രദേശവാസികൾക്ക് ഒട്ടും പ്രയോജനകരമല്ലാത്ത രീതിയിൽ വനം വകുപ്പ് ഇത് തട്ടിക്കൂട്ടുകയായിരുന്നു.
കാട്ടാനക്കൂട്ടത്തിന്റെ വ്യാപകമായ ആക്രമണം കാരണം കൃഷിയിറക്കാൻ കഴിയാതെ നരകിക്കുകയാണ് പലരും. വിവിധ ഭാഗങ്ങളിൽ നിന്നും ആദിവാസികളെ പുനരധിവസിപ്പിച്ചിരുന്ന ഇന്ദിരാഗാന്ധി കോളനിയിൽ സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ഒരുക്കിയിട്ടില്ല. കൃഷിയും കാലി വളർത്തലും എല്ലാം തന്നെ ദുസ്സഹമായതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് കർഷകർ. കാട്ടാനയുടെ ആക്രമണത്തിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും അംഗഭംഗം സംഭവിക്കുകയും ചെയ്തിരുന്നു. പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നു തിന്നുന്നത് കാരണം തുച്ഛമായ വിലയ്ക്ക് പലരും ഇവയെ വിറ്റുപോവുകയാണ്. 4 വർഷത്തിനിടെ 2 കോടിയിലധികം രൂപയാണ് കർഷകർക്ക് നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അഴിമതി ആരോപണ വിധേയനായ കൃഷി വകുപ്പ് ഡയറക്ടർ അശോക് കുമാർ തെക്കനെ സ്ഥാനത്തു നിന്നും നീക്കി. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് പൂഴ്ത്തിവച്ചിരുന്ന ഇന്റേണൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഭരണം, സീഡ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ഹോർട്ടികോർപ്പിൽ നടന്ന ക്രമക്കേടുകൾ, കെയർ ഓഫ് ഫണ്ടിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ എന്നിവ പരിശോധിച്ച ശേഷമാണ് കൃഷിമന്ത്രി VS സുനിൽകുമാർ കൃഷി ഡയറക്ടർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തത്. ഇന്നലെ വൈകിട്ടോടെ മുഖ്യമന്ത്രി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടതോടെ കൃഷിവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് തെക്കനെ മാറ്റി. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് പൂഴ്ത്തിവെച്ചിരുന്ന ആഭ്യന്തര വിജിലൻസ് റിപ്പോർട്ടിൽ തെക്കനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. UDF ഭരണകാലത്ത് തന്നെ ഏറ്റവും അധികം ആക്ഷേപം കേട്ട ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായിരുന്നു അശോക് കുമാർ തെക്കൻ. എന്നാൽ അന്നത്തെ മന്ത്രിയുടെ വിശ്വസ്തനായ തെക്കനെതിരെ റിപ്പോർട്ട് സർക്കാർ തന്നെ പൂഴ്ത്തുകയായിരുന്നു. തെക്കനെതിരായ അന്വേഷണ റിപ്പോർട്ടിലെ പരാമർശങ്ങളോട് തെക്കനിൽ നിന്ന് തന്നെ വിശദീകരണം തേടിയ വിചിത്ര സംഭവവും അക്കാലത്ത് നടന്നു. നിലവിൽ അശോക് കുമാർ തെക്കൻ കൈകാര്യം ചെയ്തിരുന്ന വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ CEO സ്ഥാനവും നാളികേര വികസന കോർപ്പറേഷന്റെ MD സ്ഥാനവും കൃഷി സെക്രട്ടറി രാജു നാരായണസ്വാമിക്ക് നൽകും. അഡീഷണൽ ഡയറക്ടർക്ക് കൃഷി വകുപ്പ് ഡയറക്ടറുടെ താൽക്കാലിക ചുമതല നൽകും. IAS ഉദ്യോഗസ്ഥരെ ആരെങ്കിലും വകുപ്പ് ഡയറക്ടറായി നിയമിക്കണമെന്നതാണ് മന്ത്രിയുടെ താൽപര്യം. വിജിലൻസ് അന്വേഷണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ അശോക് കുമാർ തെക്കനെ സർക്കാർ സസ്പെൻഡ് ചെയ്തേക്കും. S. ജീവൻകുമാർ, തിരുവനന്തപുരം. കേരളത്തിലെ IS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം സാകിർ നായിക്കിന്റെ ഉടമസ്ഥതയിലുള്ള പീസ് ഇന്റർനാഷണൽ സ്കൂളുകളിലേക്കും. കാണാതായ മെറിൻ ജേക്കബ് എന്ന മറിയം പഠിപ്പിച്ചിരുന്നത് പീസ് ഇന്റർനാഷണൽ സ്കൂളിൽ. ഈ സ്കൂളിന്റെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവാദ മതപ്രഭാഷകൻ സാകിർ നായിക്കിന്റെ ഉടമസ്ഥതയിലുള്ള ഇസ്ലാമിക് റിസർച്ച് ഓർഗനൈസേഷന്റെ കീഴിലാണ് പീസ് ഇന്റർനാഷണൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. കോഴിക്കോട്, കാസർഗോഡ്, കൊച്ചി എന്നിവിടങ്ങളിലെല്ലാം പീസ് ഇന്റർനാഷണൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 2014 മെറിൻ ജേക്കബ് മതം മാറിയെന്നറിഞ്ഞ മാതാപിതാക്കൾ ഇവരെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. തുടർന്ന് മെറിൻ എന്ന മറിയം ചക്കരപ്പറമ്പിലെ പീസ് ഇന്റർനാഷണൽ സ്കൂളിലാണ് അധ്യാപികയായി ചേർന്നത്. തുടർന്ന് തത്തപ്പള്ളിയിലെ ശാഖയിലേക്കും മാറി. മറിയത്തിന്റെ ഭർത്താവായ ബെറ്റ്സൺ എന്ന യഹിയയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്. മെറിന്റെ തിരോധാനം സംബന്ധിച്ച അന്വേഷണത്തിലാണ് ഇക്കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം മനസ്സിലാക്കിയത്. ഈ സ്കൂളിന്റെ വരുമാന സ്രോതസ്സിനെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശ്രീനഗറിൽ നിന്നും കഴിഞ്ഞ നാളുകളിൽ ഈ സ്കൂളിന്റെ അക്കൗണ്ടിലേക്ക് ദുരൂഹമായ രീതിയിൽ പണം എത്തിയിട്ടുണ്ട്. ഏറെ ദുരൂഹതയുണർത്തുന്ന ഇടപാടുകളാണ് പീസ് ഇന്റർനാഷണൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നതെന്നും പോലീസിന്റെ അന്വേഷണത്തിൽ ബോധ്യമായി. വിദ്യാഭ്യാസത്തിനൊപ്പം ആധ്യാത്മിക പഠനവും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണ് പീസ് ഇന്റർനാഷണൽ സ്കൂളുകളുടെ പഠനരീതി. നീലിമ, പൊളിറ്റിക്കൽ ഡെസ്ക്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. കേരളത്തിലെ IS ബന്ധം സംബന്ധിച്ച കേസുകൾ NIAക്ക് വിടുന്നു. കാസർഗോഡ് നിന്നും കാണാതായവരെ കുറിച്ചുള്ള 17 കേസുകളും ഒറ്റ കേസായാണ് NIA അന്വേഷിക്കുക. വിദേശ ബന്ധമുള്ളതിനാൽ കേസുകൾ NIA തന്നെ ഏറ്റെടുക്കണമെന്ന് കേരള പോലീസ് ആവശ്യപ്പെടും. കാസർഗോഡ് നിന്നും പാലക്കാട് നിന്നും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കേസുകൾ NIAക്ക് വിടുന്നതിന് മുന്നോടിയായാണ് ഭീകരവിരുദ്ധ നിയമം ചുമത്തിയിരിക്കുന്നത്. കാസർഗോഡ് നിന്ന് കാണാതായ 17 പേരെക്കുറിച്ച് ഇപ്പോൾ 9 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പാലക്കാട് നിന്നും 5 പേരെ കാണാതായ കേസും പ്രത്യേകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസുകളെല്ലാം ഒറ്റ കേസായാണ് NIAക്ക് വിടുക. ഇവരുടെ തിരോധാനത്തിന് പിന്നിൽ IS ബന്ധം സ്ഥിരീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ കേരള പോലീസിന്റെ അന്വേഷണത്തിന് പരിമിതികളുണ്ട്. രാജ്യാന്തര ബന്ധമുള്ള കേസായതിനാൽ NIA അന്വേഷിക്കണമെന്നാണ് കേരള പോലീസിന്റെ നിലപാട്. അഫ്ഗാനിലെ തോറാബോറയിൽ കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷരായവർ ഉണ്ട് എന്ന നിഗമനത്തിലാണ് അന്വേഷണ ഏജൻസികൾ. ഇവരിൽ ചിലർ ബന്ധുക്കൾക്കയച്ച ഓഡിയോ സന്ദേശങ്ങളാണ് ഇവരിലേക്കുള്ള വഴികാട്ടിയായത്. മുംബൈയിൽ നിന്ന് പിടിയിലായ അർഷിദ് ഖുറേഷി, റിസ്വാൻ ഖാൻ എന്നിവരെ ചോദ്യം ചെയ്തതിലൂടെ ലഭിച്ച വിവരങ്ങൾ IS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട രാജ്യാന്തര ശൃംഖലകളിലേക്കാണ് അന്വേഷണ ഏജൻസികളെ നയിക്കുന്നത്. നീലിമ, പൊളിറ്റിക്കൽ ഡെസ്ക്. ചട്ടവിരുദ്ധമായ നമ്പർ പ്ലേറ്റുമായി നിരത്തിലിറങ്ങിയ 3058 വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിലാണ് പിടികൂടിയത്. നിയമലംഘകരിൽ നിന്നായി 10 ലക്ഷം രൂപ പിഴയും ഈടാക്കി. ഓപ്പറേഷൻ നമ്പർ എന്ന പേരിൽ നടത്തിയ റെയ്ഡിലാണ് ഇത്രയും വലിയ നിയമലംഘനം പിടികൂടിയത്.
മോട്ടോർ വാഹന ചട്ടം 50-51 പ്രകാരം നിശ്ചിത അളവിലുള്ള നമ്പർ പ്ലേറ്റുകളാണ് വാഹനങ്ങളിൽ പ്രദർശിപ്പിക്കേണ്ടത്. ഇതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെയാണ് നടപടി. ഓപ്പറേഷൻ നമ്പർ എന്ന പേരിലായിരുന്നു സംസ്ഥാന വ്യാപക റെയ്ഡ്. നിയമം ലംഘിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് 2000-ഉം ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് 3000-ഉം മീഡിയം വാഹനങ്ങൾക്ക് 4000-ഉം ഹെവി വാഹനങ്ങൾക്ക് 5000 രൂപ വീതവുമാണ് പിഴ ഈടാക്കിയത്. 3058 കേസുകൾ 4 മണി വരെ എടുത്തിട്ടുണ്ട്. അതിൽ പ്രകാരം 10,650,000 രൂപ ഫൈനായി കളക്ട് ചെയ്തിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളിൽ പ്രദർശിപ്പിക്കുന്ന നമ്പർ പ്ലേറ്റിന് 200 മില്ലിമീറ്റർ നീളവും 100 മില്ലിമീറ്റർ ഉയരവുമാണ് നിഷ്കർഷിക്കുന്നത്. മുൻഭാഗത്തെ നമ്പർ പ്ലേറ്റിന്റെ അക്ഷരങ്ങൾക്കും അക്കങ്ങൾക്കും 30 മില്ലിമീറ്റർ ഉയരവും 5 മില്ലിമീറ്റർ കനവും ഉണ്ടായിരിക്കണം. മറ്റു വാഹനങ്ങൾക്ക് ഒറ്റവരിയിൽ എഴുതുന്ന പ്ലേറ്റിന് 500x120 മില്ലിമീറ്റർ അളവുകളും 2 വരിയിൽ എഴുതുന്ന പ്ലേറ്റിന് 340x200 മില്ലിമീറ്റർ വലുപ്പവും ഉണ്ടായിരിക്കണമെന്നുമാണ് മോട്ടോർ വാഹന വകുപ്പ് നിഷ്കർഷിക്കുന്നത്. വരും ദിവസങ്ങളിലും റെയ്ഡ് തുടരുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ ജെ തച്ചങ്കരി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.